ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴത്തോരു മുൻപേടെ വരാൻ പോകുന്ന മനോഹരമായ ഒരു എപ്പിസോഡിന്റെ കഥയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ ഒന്ന് ലൈക്കും ഹൈപ്പും ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടോ. അങ്ങനെ നമ്മുടെ അലീന നെടുമ്പുരക്കൽ വീടും ആ വീട്ടുകാരെയും ഒക്കെ ഉപേക്ഷിച്ച് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങി പോയിരിക്കുകയാണ് കേട്ടോ. അവളുടെ സ്വന്തം അച്ഛനായ സ്റ്റാൻലി ജോസഫിന്റെ കുളത്തൂപ്പുഴയിലുള്ള വലിയൊരു ബംഗ്ലാവിലേക്കാണ് അലീന പോയിരിക്കുന്നത് കേട്ടോ. ഉപേക്ഷിച്ചു പോകാന്ന് വിചാരിച്ച അവളുടെ സന്ദർഭം അങ്ങനെ ആയതുകൊണ്ടാണ് ആ വീട്ടുകാരെയും അവളുടെ സഹോദരങ്ങളെയും വിട്ട് അവൾക്ക് ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങേണ്ടി വന്നത് കേട്ടോ. അങ്ങനെ സ്റ്റാൻലി ജോസഫ് അലീനയെ കൊണ്ടുപോയിരിക്കുന്നത് തന്റെ സ്വപ്ന ഭവനത്തിലേക്കാണ്. അവിടെ അവൾ ഒരു രാജകുമാരിയെ പോലെയാണ് സ്റ്റാൻലി ജോസഫ് വാഴിക്കുക കേട്ടോ. അവിടെ അലീന സന്തോഷവതിയായിരിക്കും. പക്ഷെ അവിടുത്തെ ചുറ്റുപാടുകളുമായിട്ട് ഇണങ്ങിച്ചേരാൻ അലീനയ്ക്ക് ഒരുപാട് സമയം വേണ്ടി വന്നു കേട്ടോ. അങ്ങനെ അവിടുത്തെ ചിട്ടവട്ടങ്ങളിലൊക്കെ പലതരം മാറ്റങ്ങൾ അലീന കൊണ്ടുവരുന്നുണ്ട്. അതൊക്കെ സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിലും സ്വന്തം മകളുടെ ഇഷ്ടങ്ങളെ അംഗീകരിക്കാൻ സ്റ്റാൻലി ജോസഫ് നിർബന്ധിതനാവാണ് കേട്ടോ. തന്റെ മകൾക്കൊരു വിഷമം വരാതെ നോക്കാൻ സ്റ്റാൻലി ജോസഫ് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവിടെ സന്തോഷവതിയായിട്ടാണ് അലീന ജീവിക്കുന്നത്. അത്രത്തോളം സന്തോഷത്തോടെയാണ് അലീനയെ സ്റ്റാൻലി ജോസഫ് അവിടെ താമസിപ്പിക്കുന്നതും അവളുടെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതും കേട്ടോ. ചെറിയ ചെറിയ കല്ലുകടികളായിട്ട് ബന്ധുക്കളും കുടുംബക്കാരും ഒക്കെ വന്നു പോകുന്നുണ്ട്. അലീനയെ കുറ്റപ്പെടുത്തുന്നുണ്ട്. നെടുമ്പുരക്കൽ വീട്ടിൽ അവൾ അനുഭവിച്ച പോലെ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇവിടെയും അവൾക്ക് അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിലും ശക്തനായിട്ട് തന്റെ പിതാവ് അവളുടെ കൂടെ തന്നെ നിൽക്കുന്നുണ്ട്. അവൾക്കൊരു പോറല് പോലും ഏൽക്കാതെ അവളെ ഒരാളും തൊടാൻ സ്റ്റാൻലി ജോസഫ് അനുവദിക്കുന്നില്ല. അവളെ പറ്റി ഒരു മോശമായ വാക്ക് പോലും ഒരാളും പറയാൻ സ്റ്റാൻലി ജോസഫ് അനുവദിക്കില്ല കേട്ടോ. അത്രയും അലീനയെ അയാൾ സ്നേഹിക്കുന്നുണ്ട്. തന്റെ അമ്മയുടെ അതേ സ്വരൂപമായിട്ടുള്ള അലീനയെ അത്രമാത്രം സ്റ്റാൻലി ജോസഫ് സ്നേഹിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവൾ അവിടെ സന്തോഷവതിയാണെന്ന് നെടുമ്പുരക്കൽ വീട്ടിൽ എല്ലാവരും മനസ്സിലാക്കുന്നുണ്ട്. അപ്പോഴൊക്കെ അലീന എവിടേക്കാണ് പോയിരിക്കുന്നത് എന്ന് വൈജയന്തിക്ക് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല കേട്ടോ. ആരും തന്നെ വൈജയന്തിയോട് അത് പറയുന്നുണ്ടായിരുന്നില്ല. ഇനിയിപ്പോ എന്താ, പലരോടും അലീന എവിടേക്കാണ് പോയത്, അവളെ എങ്ങോട്ടാണ് ബാലചന്ദ്രൻ പറഞ്ഞയച്ചിരിക്കുന്നത് എന്നറിയാൻ വൈജയന്തി പലരോടും പല രീതിയിലും ചോദിക്കുന്നുണ്ട്. രോഹിത്തിനോടും ബബിതയോടും കൃഷ്ണയോടും മനുവിനോടും അങ്ങനെ എല്ലാവരോടും പലതരത്തിലും ചോദിക്കുന്നുണ്ടെങ്കിലും ആരും ഒരു തരത്തിലും തനിക്ക് സ്വീകാര്യമായ ഒരു മറുപടി നൽകുന്നുണ്ടായിരുന്നില്ല. അമ്മ എന്തിനിപ്പോ അതൊക്കെ അറിയണം? അമ്മ കാരണമല്ലേ അലീന ചേച്ചി ഇവിടുന്ന് പോയത്. ഇനി അമ്മയ്ക്ക് എന്തിനാ അലീന ചേച്ചി എവിടെ പോയി എന്ന് അറിയേണ്ടത്? അവിടുന്ന് അലീന ചേച്ചി തുരത്താനുള്ള വഴി നോക്കാനായിരിക്കുമല്ലേ. ഒരു സ്ഥലത്തും അലീന ചേച്ചിക്ക് സമാധാനം കൊടുക്കാൻ അമ്മയ്ക്ക് പറ്റില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും കേട്ടോ എല്ലാ മക്കളിൽ നിന്നും വൈജയ്ക്ക് കിട്ടുന്ന മറുപടി. അലീന എങ്ങനെ ആ വീട്ടിൽ നിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളൊക്കെ ഞാൻ പോയതിനു ശേഷം എങ്ങനെ ഈ വീട്ടില് സന്തോഷമായിട്ട് നിൽക്കണം, അമ്മ പറയുന്നതൊക്കെ കേൾക്കണം, അച്ഛന് എതിർത്തിട്ടൊന്നും ചെയ്യരുത്, അങ്ങനെ നല്ല കുട്ടികളായിട്ട് ജീവിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും അലീന ആ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ടാവുക കേട്ടോ. പക്ഷെ അതിന് വിപരീതമായിട്ട് ബബിത അങ്ങനെ ആയിരിക്കില്ല കേട്ടോ. അവൾ വീട്ടിൽ നിന്ന് പുറത്തെടുത്ത് ബാംഗ്ലൂരിലേക്ക് പഠിക്കാൻ പോകുന്നുണ്ട്. അതോടെ തന്നെ ബബിതയുടെ ശീലങ്ങളും രീതികളും സ്വഭാവവും ഒക്കെ പഴയപടി തിരിച്ചു വരികയാണ് ചെയ്യാട്ടോ. അലീന ഉള്ളപ്പോ എങ്ങനെയുള്ള ആളായിരുന്നു, അല്ലെങ്കിൽ അലീന എങ്ങനെ മാറ്റിയെടുത്ത ആളായിരുന്നു ബബിത, അതിൽ നിന്ന് നേരെ വിപരീതമായി തന്റെ പഴയ സ്വഭാവത്തിലേക്ക് തന്നെ ബബിത എത്തുന്നുണ്ട്. പക്ഷെ രോഹിത്തും കൃഷ്ണമോളും അലീനയുടെ അനുജനുമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട്. എപ്പോഴും വിളിക്കും സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ദിവസം രോഹിത്തുമായിട്ട് അലീന സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും രോഹിത്ത് ചോദിക്കുക, ചേച്ചി അവിടെ ഹാപ്പി ആണോ, ചേച്ചി സന്തോഷമല്ലേ അവിടെ, ചേച്ചി അവിടുത്തെ ആൾക്കാരായിട്ടൊക്കെ നല്ല രീതിയിൽ പൊരുത്തപ്പെട്ട് പോകുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അലീന പറയുന്നുണ്ട്, ഞാൻ ഇവിടെ സന്തോഷവതിയാണ് രോഹിത്തെ, നീ പേടിക്കൊന്നും വേണ്ട, എനിക്കിവിടെ എല്ലാവരും ഉണ്ട്. അവിടെ എന്നെ അച്ഛൻ എങ്ങനെയാണോ നോക്കിയിരിക്കുന്നത് അതുപോലെ തന്നെയാണ് പപ്പ എന്നെ ഇവിടെ നോക്കുന്നത് എന്നൊക്കെ അലീന പറയുന്നുണ്ട്. അപ്പോ രോഹിത് പറയുന്നുണ്ട്, എനിക്ക് അലീന ചേച്ചീനെ ഒന്ന് കാണാൻ വരണമെന്നുണ്ട്, പക്ഷേ എവിടെയാണ് എങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിയില്ലല്ലോ, ഞാൻ അവിടെ വന്നു കഴിഞ്ഞാൽ അത് അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് പോലും എനിക്ക് അറിയില്ല എന്നൊക്കെ രോഹിത് പറയുന്നുണ്ട്. അപ്പൊ അലീന പറയുന്നുണ്ട്, നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്, നിനക്ക് എപ്പോ വേണമെങ്കിലും ഇങ്ങോട്ട് വരാം, ഇത് എന്റെ വീട് പോലെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ രോഹിത് പറയുന്നുണ്ട്, എന്നോട് പപ്പ അച്ഛനൊരു കാര്യം പറഞ്ഞു കേട്ടോ, അലീന ചേച്ചി ഇപ്പൊ നിൽക്കുന്ന വീട്ടിലെ ആള് അലീന ചേച്ചിയുടെ സ്വന്തം അച്ഛനാണ് അല്ലേ, ഞങ്ങളൊന്നും അലീന ചേച്ചിയുടെ ആരും അല്ല അല്ലേ അപ്പോ എന്നൊരു രോഹിത്തിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചോദ്യം വരുമ്പോ അത് അലീനയെ വല്ലാണ്ട് വിഷമിപ്പിക്കുന്നുണ്ട് കേട്ടോ. അലീന പറയുന്നുണ്ട്, അച്ഛൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും, അച്ഛനാണല്ലോ എല്ലാ വശങ്ങളും നോക്കി കുറെ അന്വേഷിച്ച് ഈ വീട്ടിലേക്ക് എന്നെ കൊണ്ടുവന്നാക്കിയത്, അതിൽ എന്തെങ്കിലും ഒരു കാരണം ഇല്ലാണ്ടിരിക്കില്ലല്ലോ. ഞാനും അങ്ങനെ തന്നെ വിശ്വസിക്കുന്നത്. അച്ഛൻ എന്നോട് പറഞ്ഞു ഇതെന്റെ സ്വന്തം അച്ഛനാണ്, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു.
എന്നെ ഇവിടെ നല്ല രീതിക്കാണ് നോക്കുന്നത്. എനിക്കൊരു കുറവ് വരുത്തുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ രോഹിത്തിനും അത് സന്തോഷമുള്ള കാര്യമാണ് ട്ടോ. അങ്ങനെ ഇവര് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ രോഹിത് പറയുന്നുണ്ട്, ചേച്ചി അവിടുത്തെ ഒരു ഫോട്ടോ എനിക്ക് അയച്ചു തരുമോ? എല്ലാവരുടെയും കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഒന്ന് അയച്ചു തരുമോ? എനിക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ട്ടോ. പക്ഷെ ഇതൊക്കെ ആര് കേൾക്കുന്നുണ്ട്? ഇതൊക്കെ വൈജയന്തി മറഞ്ഞു നിന്ന് കേൾക്കുന്നുണ്ട് ട്ടോ. അതിനെ പാസ് ചെയ്യുന്ന സമയത്ത് ഇവര് ലിവിംഗ് റൂമിൽ ഇരുന്ന് വർത്തമാനം പറയുന്നത് കേൾക്കുമ്പോൾ വൈജയന്തി മറഞ്ഞു നിന്ന് എല്ലാം കേൾക്കുന്നുണ്ട് ട്ടോ. അപ്പൊ അവള് പോയിരിക്കുന്ന അവളുടെ സ്വന്തം അച്ഛന്റെ അടുത്തേക്കാണ്. ആരായിരിക്കും അയാള്? ഇത്രയും പണക്കാരനായ ആളാരായിരിക്കും? പിന്നെ എന്തിനാണ് അലീനയെ ഉപേക്ഷിച്ചത്? ഇപ്പൊ എങ്ങനെ ബാലചന്ദ്രൻ അയാളെ കണ്ടുപിടിച്ചു? അങ്ങനെ ഒരു 100 ചോദ്യം ആ ഒരു ഞൊടിയിടയിൽ തന്നെ വൈജയന്തിയുടെ തലയ്ക്കുള്ളിലൂടെ പാസ് ചെയ്യുന്നുണ്ട് ട്ടോ. അങ്ങനെ രോഹിത്തിന് ആ ഫോട്ടോ ഒക്കെ അലീന എടുത്ത് അയച്ചു കൊടുക്കുന്നുണ്ട് ട്ടോ. ആ എടുത്ത് അയച്ചു കൊടുത്ത് ഇവര് കോളൊക്കെ കട്ട് ചെയ്ത് രോഹിത് ആ ഫോട്ടോസ് നോക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് വൈജയന്തി കടന്നു വരുന്നതും വൈജയന്തി രോഹിത്തിന്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ ഫോൺ തട്ടിപ്പറിച്ച് മേടിക്കുന്നതും. അപ്പൊ തന്നെ രോഹിത് പെട്ടെന്ന് ചാടി എണീച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ അമ്മയ്ക്ക് എന്തിന്റെ കേടാ? എന്റെ മൊബൈൽ ഫോൺ ഇങ്ങോട്ട് തരുന്നുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് ട്ടോ. നീ കിടന്ന് തിളക്കല്ലട ചെക്ക, നിന്റെ ഫോൺ ഞാൻ തിന്നാനൊന്നും പോകുന്നില്ല, നിനക്ക് തന്നെ തിരിച്ചു തരും. ഞാനൊന്ന് നോക്കട്ടെ അവൾ എവിടെ പോയിട്ടാ നിൽക്കുന്നത്, ഇനി ആരാ അവള് മയക്കെടുത്തിരിക്കുന്നത് എന്നൊക്കെ ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയുമ്പോൾ എന്നിട്ട് ആ ഫോട്ടോസ് അലീന ചേച്ചി എന്ന് സേവ് ചെയ്തിരിക്കുന്ന ആ ഫോട്ടോസ് ഒക്കെ ഒന്ന് എടുത്തു നോക്കുമ്പോഴാണ് തന്റെ പഴയ കാമുകന്റെ അടുത്താണ് അലീന ഇപ്പൊ നിൽക്കുന്നത് എന്നുള്ള സത്യം വൈജയന്തി മനസ്സിലാക്കുന്നത് കേട്ടോ. ഞൊടിയിടയിൽ വൈജയന്തി ആഗ്ര ചരിത്രത്തിലേക്കൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ആ ഫോട്ടോ ഒന്ന് കാണുമ്പോ തന്നെ ആഗ്രയിലേക്കും താൻ ആ ആഗ്രയില് 2 വർഷക്കാലം ജീവിച്ച ജീവിതമൊക്കെ പെട്ടെന്ന് വൈജയന്തിയുടെ കണ്ണിലൂടെ മിന്നി മറഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് അയാളെ ആ വയസ്സായ രീതിയിലാണെന്ന് സ്റ്റാൻലി ജോസഫിന്റെ മുഖം വൈജയ്ക്ക് മറക്കാനാവില്ല. ആ മനസ്സിൽ നിന്ന് ആ മുഖം മായുന്നില്ല. സ്റ്റാൻലി ജോസഫ് അലീനയുടെ തോളിൽ കൈയിട്ട് നിൽക്കുന്ന ആ ഫോട്ടോ കണ്ടതും വൈജയന്തി ആകെ ഇല്ലാണ്ടായി പോവുകയാണ് കേട്ടോ. എന്നിട്ട് രോഹിത് വൈജയന്തിയുടെ കയ്യിൽ നിന്ന് ആ ഫോണ് പിടിച്ചു മേടിക്കുന്നുണ്ട് കേട്ടോ. എന്താ അമ്മയ്ക്ക് അറിയേണ്ടത്? ഇത് അലീന ചേച്ചിയുടെ അച്ഛനാണ്, സ്വന്തം അച്ഛൻ. അയാളുടെ അടുത്ത് അലീന ചേച്ചി ഇപ്പൊ ജീവിക്കുന്നത്. ഇതിൽ കൂടുതൽ അമ്മയ്ക്ക് എന്താ അറിയേണ്ടത് എന്ന് ആ ഒരു വാക്ക് കൂടി കേട്ടപ്പോഴേക്കും വൈജയന്തി ഒന്നും അല്ലാണ്ടായി ആ സിറ്റിയിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്ക് എന്തെങ്കിലും പറ്റുമോ? ഒന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അത് കേട്ടതും രോഹിത് അകത്തേക്ക് പോകുന്നുണ്ട് കേട്ടോ. വൈജയന്തി എന്നിട്ട് അത് തന്നെ ആലോചിച്ചിരിക്കാണ് കേട്ടോ. മനസ്സിൽ വൈജയന്തി ഇങ്ങനെ പറയുന്നുണ്ട്, സ്റ്റാൻലി ജോസഫിന്റെ മകളോ? സ്റ്റാൻലി ജോസഫിന്റെ മകളാണോ അലീന? പിന്നെ അവൾ എങ്ങനെ കഴക്കൂട്ടത്ത് ഓർഫനേജിലെത്തി? അവൾ എങ്ങനെ ഈ വീട്ടിലെത്തി? ഒന്നും മനസ്സിലാവുന്നില്ല. ഇനി ബാലചന്ദ്രനെ മയക്കിയെടുത്ത പോലെ സ്റ്റാൻലിനെയും അവള് മയക്കിയെടുത്തതായിരിക്കൂ. അപ്പോ എന്റെ ഭർത്താവാണ് ബാലചന്ദ്രൻ എന്ന് സ്റ്റാൻലി മനസ്സിലാക്കിയിരിക്കൂ. അങ്ങനെ 100 ചോദ്യങ്ങള് വൈജയന്തിയുടെ മനസ്സിലൂടെ ഓടി മറിയുന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇത്രയും കാലം തന്റെ ഭർത്താവിന്റെ കൂടെ ആയിരുന്നു അലീന എന്നെ പഴച്ചവൾ ഉണ്ടായിരുന്നത്. ഇപ്പൊ താൻ ഇങ്ങനെ സ്നേഹിച്ചിരുന്ന സ്റ്റാൻലി ജോസഫിന്റെ കൂടെയാണ് ആ വീട്ടിൽ അവള്. അയാളുടെ മകളാണോ അവള്? എങ്ങനെ അയാളുടെ മകളായി അവള്? എന്നങ്ങനെ 100 ചോദ്യങ്ങള് വൈജയന്തിയുടെ മനസ്സിലേക്ക് വരുന്നുണ്ട്. എങ്ങനെയെങ്കിലും സ്റ്റാൻലി ജോസഫിന്റെ അഡ്രസ്സ് കണ്ടുപിടിക്കണം. അലീനയെ അവിടെ നിന്ന് പറഞ്ഞയക്കാൻ പറയണം. അവളുടെ തനി സ്വരൂപം അയാൾക്ക് മുന്നിൽ കാട്ടിക്കൊടുക്കണം. അവൾ അത്ര നല്ല കുട്ടിയൊന്നും അല്ലാന്ന് അയാളെ ബോധ്യപ്പെടുത്തണം എന്നുള്ള ഒറ്റ ചിന്തയായി പിന്നീട് വൈജയന്തിക്ക് കേട്ടോ. തന്റെ കാമുകൻ ജീവിച്ചിരിപ്പുണ്ട്, അയാളെ കാണണം എന്നുള്ള ഒരു ആഗ്രഹം കൂടി വൈജയന്തിയുടെ മനസ്സിൽ വന്നു പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ രോഹിത് മുഖാന്തരം അലീന എവിടെയാണെന്നും അലീനയുടെ അച്ഛൻ ആരാണെന്നും ഉള്ള സത്യം വൈജയന്തി മനസ്സിലാക്കാൻ കേട്ടോ. വൈജയന്തി അങ്ങനെ അലീനയെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് ഒത്ത മറുപടി സ്റ്റാൻലി ജോസഫിന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. അലീന എത്ര തരം മോശക്കാരിയാണ് എന്നൊക്കെ വൈജയന്തി സ്റ്റാൻലി ജോസഫിനെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുമ്പോഴും അതിനനുസരിച്ച് വൈജയന്തിക്ക് കടുത്ത മറുപടികളെ സ്റ്റാൻലി ജോസഫ് നൽകുന്നുണ്ട് കേട്ടോ. നീ ഒരു അമ്മയാണോ എന്നുള്ള ചോദ്യത്തിലായിരിക്കും സ്റ്റാൻലി ജോസഫിന്റെ മറുപടി തുടങ്ങുക തന്നെ ചെയ്യുന്നത് കേട്ടോ. കാരണം സ്വന്തം മകള് സ്വന്തം കൺമുന്നിൽ ജീവിച്ചിരിപ്പുണ്ട്. നിന്റെ കൺമുന്നിൽ ജീവിച്ചിട്ടും നിനക്ക് അവളെ തിരിച്ചറിയാൻ കഴിഞ്ഞില്ല. പകരം ഒരു ശത്രുവിനെ പോലെ നീ ആട്ടി ഓടിക്കുകയായിരുന്നില്ലേ ആ പാവത്തിനെ. നിന്നെ ഒന്ന് കാണാനും നിന്റെ കൂടെ ഒന്ന് സംസാരിക്കാനും നിന്റെ കൂടെ ഒന്ന് താമസിക്കാനും ഏറെ കൊതിച്ച് നിന്റെ അടുത്ത് വന്നവളല്ലേ അവളെ നീ ആട്ടി ഓടിക്കല്ലേ? ഒരു പട്ടിയെ പോലെ നീ നിരന്തരം ആട്ടി ഓടിച്ചിട്ടല്ലേ ഉള്ളൂ. ഇനി അവളെ കാണാനോ അവളോട് സംസാരിക്കാനോ ഒന്നും നിനക്ക് അവകാശമില്ല. അമ്മ എന്ന സ്ഥാനം മാത്രമേ നിനക്കുള്ളൂ. പക്ഷെ ആ ഒരു സ്ഥാനം അലങ്കരിക്കാൻ നിനക്ക് അർഹതയില്ല. നീ വെറും അഹങ്കാരിയും സ്വന്തം ഇഷ്ടങ്ങൾ മാത്രം നോക്കുന്ന ഒരാളായി പോയി. ഞാൻ സ്നേഹിച്ചതും ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിച്ചതും ആയ വൈജയന്തി ഒരിക്കലും ഇങ്ങനെ ആയിരുന്നില്ല. ഇപ്പോ
എന്റെ മകള് മാത്രമാണ് അലീന. അവളെ ഇങ്ങനൊരാൾ അവൾക്ക് അമ്മയായി വേണ്ട എന്ന് ഞാൻ അന്നേ തീരുമാനിച്ചതാണ്. അവള് നിന്റെ വീട്ടിൽ അനുഭവിച്ച ക്രൂരതകൾ അറിഞ്ഞ ആ നിമിഷം നിന്നെ ഞാൻ വെറുത്തു പോയതാണ് വൈജയന്തി. നിന്നെ എന്റെ കൺമുന്നിൽ പോലും കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അലീന മോശക്കാരിയാണ്, പിഴച്ചവളാണ് എന്നൊക്കെ എന്തെങ്കിലും പറഞ്ഞ് എന്നെ വിളിക്കാനോ കാണാനോ ശ്രമിച്ചു കഴിഞ്ഞാൽ എന്റെ മറുപടി ഇനി ഇങ്ങനെ ആയിരിക്കില്ല എന്നും പറഞ്ഞുകൊണ്ടായിരിക്കും കേട്ടോ സ്റ്റാൻലി ജോസഫ് വൈജയന്തിയുടെ കോള് കട്ടാക്കുക കേട്ടോ. അപ്പൊ ഇതൊക്കെ വരാൻ പോകുന്ന എപ്പിസോഡാണ്. മനോഹരമായ കഥകളാണ് ഇനി വരാൻ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമാണെന്ന് വെച്ചാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക്